എല്ലാവർക്കും നമസ്കാരം. PTN അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് CCEK കോഴ്സ് പ്രകാരമുള്ള ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? എല്ലാ വർഷങ്ങളിലും റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? ഏറ്റവും പഴയ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? എയർ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരിയായ ഉത്തരം വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ്. ഇത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിങ്ങിൽ ചാപ്റ്റർ 1 ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഒറിജിൻ ഓഫ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് ഓൾഡസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അതുകൊണ്ട് അതിൻ്റെ ചരിത്രമാണ് നമ്മൾ കൂടുതലായിട്ടും ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ്. ഏതാണ്ട് 5000 വർഷത്തോളം പഴക്കമുണ്ട് വാട്ടർ ട്രാൻസ്പോർട്ടേഷന് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പല ചരിത്രരേഖകളിലും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കമുള്ള ട്രാൻസ്പോർട്ടേഷൻ വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ്. കൂടാതെ നമുക്കറിയാം പല വിദേശ സഞ്ചാരികളും ഇന്ത്യയിലേക്ക് എത്തിയത് കടൽ മാർഗമാണ്, ഷിപ്പുകൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ അന്ന് അവർക്ക് അറിവുണ്ടായിരുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അന്താരാഷ്ട്ര ട്രേഡിലുണ്ടായിരുന്നത് ഷിപ്പിംഗ് ട്രേഡ് മാത്രമാണെന്ന് നമുക്ക് പറയാം. അടുത്തതായി കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡസ് GRT ഡിനോട്ട്സ് ഇൻ ദ ഷിപ്പ് കപ്പാസിറ്റി? ഷിപ്പിൻ്റെ കപ്പാസിറ്റിയെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് GRT. അതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഗ്രോസ് രജിസ്റ്റേർഡ് ടണ്ണേജ്, ജനറൽ രജിസ്റ്റേർഡ് ടണ്ണേജ്, ഗ്രോസ് റഫ് ടണ്ണേജ്, ജനറൽ റഫ് ടണ്ണേജ്. ഇതിൽ ശരിയായ ഉത്തരം ഗ്രോസ് രജിസ്റ്റേർഡ് ടണ്ണേജ് എന്നാണ്. ഇത് നമ്മൾ പഠിക്കുന്നത് സബ്ജക്റ്റ് 1 ആയിട്ടുള്ള ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിങ്ങിൽ 3ാമത്തെ ചാപ്റ്ററായ പോർട്ട് ഓപ്പറേഷൻസിലാണ്. പോർട്ട് ഓപ്പറേഷൻസിൽ ബർത്ത് ഹയർ ചാർജസ് എന്ന് പറയുന്ന ഭാഗത്താണ് ഗ്രോസ് രജിസ്റ്റേർഡ് ടണ്ണേജിനെ കുറിച്ച് പഠിക്കുന്നത്. GRT എന്നാൽ ഗ്രോസ് രജിസ്റ്റേർഡ് ടണ്ണേജ് ആണ്. ബർത്ത് ഹയർ ചാർജസ് കണക്കാക്കുന്നത് ഗ്രോസ് രജിസ്റ്റേർഡ് ടണ്ണേജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അടുത്ത ചോദ്യം, നെയിം ദ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോംഡ് അണ്ടർ the Government of India to set up Indian Registrar of Shipping in India. ഇന്ത്യയിൽ ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് രൂപം കൊടുത്ത സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പേരെന്താണ്? ശരിയായ ഉത്തരം മുതലിയാർ കമ്മിറ്റി എന്നാണ്. ഇവിടെ സബ്ജക്റ്റ് 1 തന്നെ ഗവൺമെൻറ് ആക്ഷൻസ് ടു റിവൈവ് ഇന്ത്യൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പഠിക്കുന്നിടത്താണ് നമ്മൾ ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് പഠിച്ചിട്ടുള്ളത്. ഇത് പ്രകാരം 1967 ഇന്ത്യ ഗവൺമെൻറ് ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയെ നിയമിക്കുകയും ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി ഡോക്ടർ A രാമസ്വാമി മുതലിയാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ത്യയിൽ ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് സ്ഥാപിച്ചത്. 4ാമത്തെ ചോദ്യം, ഡാഷ് ഇസ് നോൺ ആസ് ദ സെൻട്രൽ ഹബ് ഓഫ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ്? ഷിപ്പിംഗ് ലോജിസ്റ്റിക്സിൻ്റെ സെൻട്രൽ ഹബ്ബായി കണക്കാക്കുന്നത് ഏതാണ്? ടോക്കിയോ, പാരീസ്, ലണ്ടൻ, ദുബായ്. ശരിയായ ഉത്തരം ലണ്ടനാണ്. സബ്ജക്റ്റ് 1 ആയിട്ടുള്ള ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിങ്ങിൽ 2ാമത്തെ ചാപ്റ്ററായ ചാർട്ടറിങ്ങിലാണ് നമ്മൾ സെൻട്രൽ ഹബിനെ കുറിച്ച് പഠിക്കുന്നത്. അവിടെ പറയുന്നു ലണ്ടൻ ആയിരുന്നു ഷിപ്പിംഗ് ലോജിസ്റ്റിക്സിൻ്റെ എല്ലാം ഹബ്ബായിരുന്നത്. ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഷിപ്പിംഗ് എക്സ്ചേഞ്ചിനെ വിളിച്ചിരുന്നത് അല്ലെങ്കിൽ ചാർട്ടറിംഗ് എക്സ്ചേഞ്ചിനെ വിളിച്ചിരുന്നത് ദ ബാൾട്ടിക് എക്സ്ചേഞ്ച്. 5ാമത്തെ ചോദ്യം, ഏഷ്യൻ ഹബ് ഓഫ് ലോജിസ്റ്റിക്സ് ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? ഏഷ്യൻ ഹബ്ബായിട്ട് അറിയപ്പെടുന്നത് മുംബൈ ആണ്. സെൻട്രൽ ഹബ്ബായിട്ട് അറിയപ്പെടുന്നത് ലണ്ടൻ ആണെങ്കിൽ ഏഷ്യൻ ഹബ് ഓഫ് ലോജിസ്റ്റിക്സ് ആയിട്ട് അറിയപ്പെടുന്നത് മുംബൈ ആണ്. 6ാമത്തെ ചോദ്യം, ഹു ഈസ് ഹാവിംഗ് ദ ഫസ്റ്റ് ഹാൻഡ് റൈറ്റ് ടു കൺട്രോൾ ദ ഷിപ്പ് ഓർ വെസൽ, deviate its sea route, order for gun firing in case of emergency. അതായത് ഒരു ഷിപ്പിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം, അതുപോലെ ഷിപ്പിൻ്റെ റൂട്ട് തിരിച്ചുവിടാനും അതുപോലെ ഗൺ ഫയറിങ്ങിന് എമർജൻസി വരുമ്പോൾ വെടിവെപ്പിന് ഉത്തരവിടാനും ഉള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്?
ആൻസർ വരുന്നത് ക്യാപ്റ്റനാണ്. സബ്ജക്റ്റ് 1 ആയിട്ടുള്ള ഷിപ്പിംഗ് ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിങ്ങിൽ പേഴ്സണൽ ഓഫ് ഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ മാസ്റ്റർ അല്ലെങ്കിൽ ക്യാപ്റ്റനെ കുറിച്ച് പഠിക്കുന്നത്. ഒരു മാസ്റ്റർക്ക് ഒരു ഷിപ്പിന് മുകളിൽ എക്സ്ക്ലൂസീവായ അധികാരങ്ങളുണ്ട്, പൂർണ്ണമായ അധികാരങ്ങളുണ്ട് എന്ന് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഷിപ്പിൻ്റെ ഓണർ ഏതെങ്കിലും പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് ഇല്ലീഗലാണെങ്കിൽ, നിയമവിരുദ്ധമാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റന് അത് നിരസിക്കാവുന്നതാണ്. കൂടാതെ ക്യാപ്റ്റന് ബിൽ ഓഫ് ലേഡിംഗ് ഒപ്പിടാനും ഉള്ള അധികാരമുണ്ട്. ഇത്തരത്തിലുള്ള അധികാരങ്ങളാണ് ക്യാപ്റ്റനുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റനാണ് ഒരു ഷിപ്പിൻ്റെ പൂർണ്ണ അധികാരിയായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് DWT സ്റ്റാൻഡ്സ് ഫോർ ഇൻ ദ കാർഗോ വെയിറ്റേജ്? കാർഗോയുടെ അല്ലെങ്കിൽ ഷിപ്പിലുള്ള ചരക്കുകളുടെ വെയിറ്റ് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് DWT. എന്താണ് DWT എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം ഡെഡ് വെയ്റ്റ് ടണ്ണേജ് ആണ്. DWTയുടെ ഫുൾ ഫോം ഡെഡ് വെയ്റ്റ് ടണ്ണേജ് ആണ്. എട്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ മർച്ചൻ്റ് ഷിപ്സ് വേർ രജിസ്റ്റേർഡ് അണ്ടർ ദ ബ്രാൻഡ് ഇന്ത്യ? ഇന്ത്യ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ ഇന്ത്യയിലെ ഷിപ്പുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം 1958 ആണ്. ഫസ്റ്റ് സബ്ജക്റ്റിൽ തന്നെ ഗവൺമെൻറ് ആക്ഷൻസ് ടു റിവൈവ് ഇന്ത്യൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന ഭാഗത്താണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അവിടെ മെർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് ഓഫ് 1958 കുറിച്ച് പഠിക്കുന്നു. അന്നുണ്ടായിരുന്ന പല ഷിപ്പിംഗ് നിയമങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു സിംഗിൾ നിയമമായി നിലവിൽ വന്നതാണ് 1958 മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട്. ഈ മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഷിപ്പുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ 1958 മുതലാണ് ഇന്ത്യയിലെ ഷിപ്പുകൾ ഇന്ത്യ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ രജിസ്റ്റർ ചെയ്യപ്പെടാൻ തുടങ്ങിയത്. ഒൻപതാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് വാസ് ഫോംഡ് ഇൻ ഇന്ത്യ? ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് നിലവിൽ വന്നത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. നമ്മൾ ഇതേ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു കമ്മിറ്റിയെക്കുറിച്ച് നേരത്തെ പഠിച്ചു അല്ലേ? മുതലിയാർ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ചു. ആ മുതലിയാർ കമ്മിറ്റി ആയിരുന്നു ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് നിലവിൽ വരാൻ കാരണമായത്. ഉത്തരം 1975 ആണ്. 1975 ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് നിലവിൽ വന്നത്. 1967 സ്ഥാപിതമായ ഡോക്ടർ എ രാമസ്വാമി മുതലിയാറുടെ നേതൃത്വത്തിലുള്ള മുതലിയാർ കമ്മിറ്റിയാണ് ഇന്ത്യയിലൊരു ഇന്ത്യൻ രജിസ്ട്രാർ ഓഫ് ഷിപ്പിംഗ് നിലവിൽ വരണമെന്ന് നിർദ്ദേശിച്ചത്. പത്താമത്തെ ചോദ്യം, വാട്ട് ഈസ് കോമൺലി നോൺ ആസ് എ വെസൽ ഓർ ഷിപ്പ് ഹാവിംഗ് എ മൂവബിൾ സൂപ്പർ ഇമ്പോസ്ഡ് ഫ്ലാപ്പ് ഓർ പാനൽ fixed on a rotating motor shaft that enables to cover the upper surface of the vessel or ship? എന്താണ് ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഷിപ്പിൻ്റെ ഒരു ഡക്കിന് മുകളിൽ മറ്റൊരു ഡക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. ഒരു ഡക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിന് മുകളിൽ ഒരു അഡീഷണൽ ഡക്ക് സ്ഥാപിക്കുന്നു. അപ്പോൾ അത്തരം ഷിപ്പുകളെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. മെയിൻ ഡക്കിന് മുകളിൽ അഡീഷണൽ ഡക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്നതിനെ എന്ത് പേര് വിളിക്കും? ഉത്തരം ഷെൽട്ടർ ഡക്ക് വെസൽസ് എന്നാണ്. ഇവിടെ നമ്മൾ ഷിപ്പുകളുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. ആ ഷിപ്പുകളുടെ ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡ്, കൺസ്ട്രക്ഷൻ്റെയും ട്രേഡിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിച്ചിട്ടുള്ള ഷിപ്പുകളിൽ സിംഗിൾ ഡക്കർ, ട്വീൻ ഡക്കർ, ഷെൽട്ടർ ഡക്ക് എന്നിങ്ങനെ പലതരത്തിലുള്ള ഷിപ്പുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ സിംഗിൾ ഡക്കർ എന്നാൽ ഒരു ഡക്ക് മാത്രമുള്ളതാണ് സിംഗിൾ ഡക്കർ ഷിപ്പുകൾ. എന്നാൽ ട്വീൻ ഡക്കർ എന്ന് പറഞ്ഞാൽ മെയിൻ ഡക്കിന് താഴെ അഡീഷണൽ ഡക്ക് സ്ഥാപിക്കുന്നതിനെ ട്വീൻ ഡക്കർ എന്ന് പറയും. അത് മെയിൻ ഡക്കിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ട്വീൻ ഡക്കർ സ്ഥാപിക്കുന്നത്. എന്നാൽ ഷെൽട്ടർ ഡക്കുകൾ എന്ന് പറഞ്ഞാൽ മെയിൻ ഡക്കിന് മുകളിലായിരിക്കും അഡീഷണൽ ഡക്ക് ഉണ്ടായിരിക്കുക. ആ മെയിൻ ഡക്കിന് മുകളിൽ അഡീഷണൽ ഡക്ക് സ്ഥാപിക്കുന്നതിനെ ഷെൽട്ടർ ഡക്കുകൾ എന്ന് പറയും. 11ാമത്തെ ചോദ്യം, വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷിപ്സ് ഹാവ് 3 ഹൾസ്? 3 ഹള്ളുകളുള്ള ഷിപ്പിനെ നമ്മൾ എന്ത് പേര് വിളിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഹൾ എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. 3 ഹള്ളുകളുള്ള ഷിപ്പിനെ ട്രൈമാരൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ടൈപ്സ് ഓഫ് ഷിപ്പ് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഇതും പഠിച്ചിരിക്കുന്നത്. ഷിപ്പിനെ നമ്പർ ഓഫ് ഹൾസിൻ്റെ അടിസ്ഥാനത്തിൽ 3 തരംതിരിച്ചിട്ടുണ്ട്. മോണോഹൾ, കറ്റാമരൻ,
ട്രൈമറൻ എന്നാണ് 3ആയി ഷിപ്പുകളെ ഹള്ളിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഹള്ളിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഹള്ളുകളായി തരംതിരിച്ചിരിക്കുന്ന ട്രൈമറൻ എന്നും 2 ഹള്ളുകളുള്ളതിനെ കറ്റാമരൻ എന്നും 1 ഹള്ളുള്ളതിനെ മോണോഹൾ എന്നും വിളിക്കുന്നു. 12ാമത്തെ ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കണ്ടെയ്നേഴ്സ്? ഫാദർ ഓഫ് കണ്ടെയ്നേഴ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? അതായത് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്ന ഐഡിയയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ മാൽക്കം മക്ലീൻ ആണ്. മാൽക്കം മക്ലീൻ ആണ് ആരായിട്ട് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് കണ്ടെയ്നേഴ്സ് എന്നറിയപ്പെടുന്നത്, കണ്ടെയ്നേഴ്സിൻ്റെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത്. 13ാമത്തെ ചോദ്യം, വാട്ട് ഈസ് നോൺ ആസ് എ ബോട്ട് ഓർ മിനി ലൈനർ that tows the containers fixed on a floating platform to load or unload the ship? എന്താണ് ചോദ്യം? ഒരു ഷിപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോട്ട് അല്ലെങ്കിൽ മിനി ലൈനറാണ്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഷിപ്പിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതിനും ഷിപ്പിൽ നിന്ന് അൺലോഡ് ചെയ്യുന്നതിനുമാണ് എന്തുപയോഗിക്കുന്നത്? ഈ ബോട്ട് അല്ലെങ്കിൽ മിനി ലൈനർ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഉത്തരം ബാർജസ് എന്നാണ്. ബാർജസ് ആണ് ഒരു ഷിപ്പിൽ നിന്നും സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്നതിനും ഷിപ്പിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതിനുമായി ഉപയോഗിക്കുന്ന ബോട്ട് അല്ലെങ്കിൽ മിനി ലൈനർ. 14ാമത്തെ ചോദ്യം, വിച്ച് മെഷർമെൻറ്റ് സ്കെയിൽ ഈസ് യൂസ്ഡ് ഗ്ലോബലി ടു വെയ് ദ കണ്ടെയ്നേഴ്സ്? കണ്ടെയ്നറുകളുടെ വലിപ്പം അളക്കുന്നതിന് ലോക നിലവാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഏതാണ്? യൂണിറ്റിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ 20 ഫീറ്റ് ഈക്വലൻ്റ് യൂണിറ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ് ഇവിടെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. അതിൻ്റെ ഇൻട്രഡക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട്, ISO ആണ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനാണ് കണ്ടെയ്നറുകൾക്ക് സ്റ്റാൻഡേർഡ് സൈസ് അനുവദിച്ചിരിക്കുന്നത്. ISOയുടെ നിർദ്ദേശപ്രകാരം 2 പ്രധാനപ്പെട്ട സൈസിലായിരിക്കും കണ്ടെയ്നറുകൾക്ക് ലെങ്ത് ഉണ്ടായിരിക്കുക. ഒന്ന് 20 ഫീറ്റ് ഈക്വലൻ്റ് യൂണിറ്റും 2 40 ഫീറ്റ് ഈക്വലൻ്റ് യൂണിറ്റും. 20 അടി നീളവും 8 അടി വീതിയും 8 അടി ഹൈറ്റുമുള്ള കണ്ടെയ്നറുകളെ 20 ഫീറ്റ് ഈക്വലൻ്റ് യൂണിറ്റുകളെന്നും അഥവാ TEU എന്നും, 40 അടി നീളവും 8 അടി വീതിയും 8 അടി ഉയരവുമുള്ള കണ്ടെയ്നറുകളെ 40 ഫീറ്റ് ഈക്വലൻ്റ് യൂണിറ്റ് അഥവാ FEU എന്നും വിളിക്കുന്നു. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് കണ്ടെയ്നറുകളുടെ വെയിറ്റ് അളക്കുന്നതിന് ഉള്ളത്. 15ാമത്തെ ചോദ്യം, ആസ് പെർ ദ 2015-16 ഡാറ്റ, ഹൂ ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കണ്ടെയ്നർ ഷിപ്പ് ഓപ്പറേറ്റർ? 2015-16 ഡാറ്റ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് ഓപ്പറേറ്റർ ഏതാണ്? കണ്ടെയ്നർ കമ്പനി ഏതാണെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം മയേഴ്സ്ക് ആണ്. ഡെൻമാർക്കിൽ നിന്നുള്ള കമ്പനിയായ മയേഴ്സ്ക് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഓപ്പറേറ്ററായിട്ട് അറിയപ്പെടുന്നത്. 16ാമത്തെ ചോദ്യം, എ പോർഷൻ ഓഫ് ദ ഷിപ്പ് മെയ്ഡ് ഓഫ് ദ ആൻറ്റി കൊറോസീവ് മെറ്റീരിയൽ which is having high resistance to fire, wherein the engine, radar and navigational devices are fixed, is known as dash. അതായത് ഒരു ഷിപ്പിൻ്റെ പാർട്ടിനെ കുറിച്ചാണ് ചോദ്യം. ഷിപ്പിന് പലതരം പാർട്ടുകളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു പാർട്ട് ആൻറ്റി കൊറോസീവ് മെറ്റീരിയൽ, അതായത് തുരുമ്പ് പിടിക്കാത്ത മെറ്റീരിയൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഇതിനെന്തുണ്ടായിരിക്കും? ഹൈ റെസിസ്റ്റൻസ് ടു ഫയർ, അതായത് തീ പിടിക്കില്ല. കൂടാതെ എൻജിൻ, റഡാറ് തുടങ്ങിയ ഉപകരണങ്ങൾ, ഷിപ്പിൽ ഉപയോഗിക്കുന്ന പലതരം ഉപകരണങ്ങൾ എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ഈ ഏരിയയിലായിരിക്കും, അല്ലെങ്കിൽ ഈ പാർട്ടിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ ഉത്തരം സൂപ്പർ സ്ട്രക്ചറാണ്. അതായത് ഒരു ഷിപ്പിന് 9 പ്രധാനപ്പെട്ട പാർട്ടുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫണൽ, സ്റ്റേൺ, പ്രൊപ്പല്ലർ, ഹൾ, ആങ്കർ, ബൾബസ് ബോ, ഡക്ക്, സൂപ്പർ സ്ട്രക്ചർ. ഇങ്ങനെയാണ് 9 പ്രധാനപ്പെട്ട പാർട്സ് വരുന്നത്. ആ 9 പ്രധാനപ്പെട്ട പാർട്സിൽ നമുക്ക് ഇവിടെ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും. 9ാമത്തെ പാർട്ടാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് അറിയപ്പെടുന്നത്. 17ാമത്തെ ചോദ്യം, എ പ്ലേസ് പ്രൊജക്റ്റഡ് ഫ്രം ദ ഷിപ്സ് ഫ്രണ്ട് സൈഡ് wherein the flag of the nation is fixed is known as dash. അതായത് ഒരു ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. രാജ്യത്തിൻ്റെ പതാക വെച്ചിട്ടുള്ള ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ബോ ആണ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ഏറ്റവും ഫ്രണ്ടിലായി ഒരു ഫ്ലാഗ് വെച്ചിരിക്കുന്ന സ്ഥലം, ഒരു ഷിപ്പിൻ്റെ ഏറ്റവും മുൻഭാഗം അറിയപ്പെടുന്നത് ബോ അല്ലെങ്കിൽ ഫോർ എന്നാണ്. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഒരു ഷിപ്പിൻ്റെ ബാക്ക് സൈഡ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബാക്കിൽ ഇതുപോലെ ഫ്ലാഗ് വെച്ചിട്ടുള്ള ഏരിയ ഉണ്ട്. ആ ബാക്ക് സൈഡിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്പോൾ പിക്ചറിൽ വീണ്ടും കാണാനായിട്ട് സാധിക്കും,
ബാക്ക് സൈഡ് കണ്ടോ, രണ്ടാമതായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു, ഫ്ലാഗ് വെച്ചിരിക്കുന്നു. അത് സ്റ്റേൺ അല്ലെങ്കിൽ ആഫ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്റ്റേൺ അല്ലെങ്കിൽ ആഫ്റ്റ് എന്ന പേരിലാണ് ഏറ്റവും ബാക്ക് സൈഡ് അറിയപ്പെടുന്നത്. 19ാമത്തെ ചോദ്യം, നെയിം ദ പ്രോജക്റ്റ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു സെറ്റപ്പ് ഇൻ്റർ കണക്ഷൻ ഓഫ് പോർട്ട് നെറ്റ്വർക്ക്സ്. രാജ്യത്തിലെ പോർട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രോജക്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സാഗർമാല പ്രോജക്റ്റാണ്. സാഗർമാല പ്രോജക്റ്റാണ് ഇന്ത്യയിലെ എല്ലാ സീ പോർട്ടുകളെയും, കടൽ തുറമുഖങ്ങളെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള പ്രോജക്റ്റ്. 20ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഡിസൈൻഡ് ടു പ്രിവെൻറ്റ് ഓർ സ്ലോ ദ ഡ്രിഫ്റ്റ് ഓഫ് ദ ഷിപ്പ് അറ്റാച്ച്ഡ് ടു ദ ഷിപ്പ് ബൈ എ ലൈൻ ഓർ ചെയിൻ. ഒരു ഷിപ്പിൻ്റെ ഡ്രിഫ്റ്റ് തടയുക, അതായത് ഒരു ഷിപ്പിനെ കൺട്രോൾ ചെയ്യുക, ഷിപ്പിന് ആടിയുലയിൽ സംഭവിക്കാതിരിക്കുക, അതിൽ നിന്നും അതിനെ തടഞ്ഞു നിർത്തുക. കൂടാതെ ഇത് ഒരു ചെയിനിൽ ബന്ധിപ്പിച്ചിട്ട് ഷിപ്പിൽ തന്നെയായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം ആങ്കറാണ്. നമുക്ക് പിക്ചറിൽ കാണാം, 5ാമത്തെ പാർട്ടായിട്ടുള്ള ആങ്കറാണ് ഒരു ഷിപ്പിനെ ആടിയുലയാതെ സംരക്ഷിക്കുകയും കൂടാതെ ഷിപ്പിലൊരു ചെയിനുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നതായിരിക്കും ആങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 20 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.